എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒലത്തി കൂട്ടി അല്ലെങ്കിൽ കറി വെച്ച് കൂട്ടിയൊക്കെ മടുത്ത എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്യും. ഇതിന് സവോള അല്ലെങ്കിൽ പച്ചമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ വേപ്പിലയോ ഒന്നും വേണ്ട. നമുക്കിത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ ഒപ്പമൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനും സൂപ്പറാണത്. എരിവ് കുറച്ചിട്ട് പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടാവും. നമുക്കിപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ കുറച്ച് സ്പൈസി ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, കുറച്ച് മല്ലിയില. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ച് നല്ല പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ അതിപ്പോൾ പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നമുക്ക് വഴറ്റണം. ഒന്നും ചേർക്കാതെ വഴറ്റണം. 2 മിനിറ്റ് നല്ല ചൂടിൽ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കൂടിയും അതേപോലെ തന്നെ ഫ്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാകെ നമുക്കൊരു 10 മിനിറ്റ് ധാരാളം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ പൊട്ടാറ്റോ ഒരുവിധം വേവായി. ഇനി നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവിന് അനുസരിച്ച് മുളക് പൊടി കൂടുതൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ കുരുമുളകും. ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുക. തീ കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം പൊടികളൊക്കെ അല്ലെങ്കിൽ കരിയും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതപ്പോൾ നല്ല ഭംഗിയായി പൊട്ടാറ്റോ കുക്കായി. ഇനി ഇച്ചിരി മല്ലിയിലയുടെയും ചേർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. വളരെ സിമ്പിള്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.